വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ്. കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കാത്തുനിന്ന ജനങ്ങൾക്ക് വെളിച്ചം നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധം മിരമ്പി. തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. KCB വെള്ളയമ്പലം സെഷൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നഗരത്തിൽ ബോംബ് ഭീഷണി ഉൾപ്പെടെ പലതവണ ഉയർന്ന സാഹചര്യത്തിലാണ് ഗുരുതരമായ ഈ വീഴ്ചയും സംഭവിച്ചത്. ഇത് പരിശോധിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് BJP പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രധാന സേവകനെ കാണാൻ മണിക്കൂറുകളോളം കാത്തുനിന്നത് മുത്തശ്ശിമാർ മുതൽ കൈക്കുഞ്ഞുങ്ങൾ വരെയുള്ള ആയിരങ്ങൾ. നരേന്ദ്രമോദി അപ്പൂപ്പനെ കാണാൻ ഇരുൾ വീണതോടെ വെള്ളയമ്പലത്തെ കെട്ടിയടച്ച ബാരിക്കേഡിനുള്ളിൽ ആളുകൾ അസ്വസ്ഥരാകാൻ തുടങ്ങി. ചുറ്റും തെരുവു വിളക്കുകൾ ഉണ്ടെങ്കിലും ഒന്നും പ്രകാശിക്കുന്നുണ്ടായിരുന്നില്ല. സമയം വൈകുന്തോറുമാണ് ഞങ്ങൾ ഈ പ്രശ്നം കണ്ടു തുടങ്ങിയത്. കാരണം ലൈറ്റ് ഇല്ല. പ്രധാനമന്ത്രി വരുന്ന ഒരു പരിപാടിയാണ്. അന്നത്തെ ദിവസമെങ്കിലും ഗവൺമെന്റിന്, ഇവിടെയുള്ള ഗവൺമെന്റിന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് എന്നൊരു സജഷനാണ് പറയാനുള്ളത്. പിന്നാലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി BJPയുടെ പ്രധാന നേതാക്കൾ തന്നെ രംഗത്തു വന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരു സാഹചര്യം അതീവ സുരക്ഷയാണ്. എല്ലാ മേഖലകളിലും കനത്ത സുരക്ഷയാണ്, പഴുതടച്ച സുരക്ഷയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വൈകുന്നേരം മുതൽ, പോലീസ് പറഞ്ഞത് നേരത്തെ ആളുകൾ എത്തണം, പ്രധാനമന്ത്രിയുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ എത്തിയിട്ട് ബാരിക്കേഡിന്റെ പിറകിൽ നിൽക്കണമെന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതാണ്. ഒരാൾക്ക് പോലും പ്രധാനമന്ത്രിയെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആളുകളെയും കാണാൻ സാധിക്കില്ല. പ്രതിഷേധം ശക്തമായിട്ടും ഉദ്യോഗസ്ഥരാരും വെള്ളയമ്പലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ സഹികെട്ടതോടെ ജനങ്ങൾ ബാരിക്കേഡ് മറികടന്ന് റോഡിന് നടുവിലേക്ക്. പ്രധാനമന്ത്രി എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം സഞ്ചരിക്കേണ്ട പാതയിൽ ആളുകൾ തടിച്ചുകൂടിയതോടെ പരിഭ്രാന്തരായി പോലീസും സ്ഥലത്തേക്കെത്തി. പിന്നാലെ റോഡിൽ തടിച്ചുകൂടിയവരെ റോഡിന്റെ ഒരു വശത്തേക്ക് വടം കെട്ടി മാറ്റി നിർത്തിയുള്ള ഗതികെട്ട സുരക്ഷാ ക്രമീകരണം. വീണ്ടും പ്രതിഷേധമുയർന്നെങ്കിലും നേതാക്കളെത്തി രംഗം ശാന്തമാക്കി. ഒടുവിൽ ഇരുൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി എന്ന പോലെ സൂര്യശോഭയോടെ പ്രധാനമന്ത്രി വെള്ളയമ്പലത്തേക്ക്. പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പ്രവേശിച്ചതോടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി BJPയുടെ പ്രതിഷേധം. വീഴ്ചയിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ച് BJP പ്രവർത്തകർ മടങ്ങിയത്. പ്രധാനമന്ത്രി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വെള്ളയമ്പലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അനുജിനും അരുളിനുമൊപ്പം പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.